നമ്മളെ ന്യൂസ് ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഈ ന്യൂസ് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഗോൾഡ് ന്യൂസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ന്യൂസിലൊന്നും ഗോൾഡ് ട്രേഡ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം മെയിനായിട്ട് CPI, അതുപോലെ തന്നെ MBF, നോൺ NFP, അതുപോലെ തന്നെ FOMC, ഇങ്ങനെയുള്ള മേജർ ന്യൂസിലൊക്കെ ട്രേഡ് ചെയ്തിട്ടേ കാര്യം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാത്തിനും നമ്മള് ന്യൂസിൽ ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാന്നുള്ളതൊന്നുമില്ല. ഇങ്ങനെയുള്ള ഈ ഒരു മൂന്ന് ന്യൂസ് റിലീസ് ആവുന്ന സമയത്ത് മാക്സിമം ട്രേഡ് എടുത്ത് നോക്കുക. നമുക്കത് അത്യാവശ്യം സെറ്റ് ആകും. എൻ്റെ ഒരു ഇത്ര നാൾ ഞാൻ ഈ മൂന്ന് ന്യൂസിലാണ് കൂടുതലും ട്രേഡ് എടുക്കാറ്. അതുകൊണ്ട് പറഞ്ഞാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ന്യൂസ് എന്ന് പറഞ്ഞ ടൈമില്ലേ, ന്യൂസ് വരുന്ന ഇപ്പോൾ ഒരു 6 മണി ഒരു ടൈമിലാണെങ്കിൽ, ഒരു 6 മണിയാണെങ്കിൽ ഈ 6 മണിയുടെ മുമ്പുള്ള ഒരു 2 മണിക്കൂർ, അയ്യേ 2 മണിക്കൂർ മുമ്പുള്ള 2 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണി, ആ ഒരു സമയം മുതലേ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസിന് വേണ്ടിയിട്ട് മാർക്കറ്റ് റെഡി ആകാൻ തുടങ്ങും. ഓക്കെ, മനസ്സിലായല്ലോ. ന്യൂസിന് വേണ്ടി മാർക്കറ്റ് ഏറെക്കുറെ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. കാരണം ഈ ഒരു ഗ്യാപ്പില് ശരിക്കും പറഞ്ഞാൽ എൻട്രി പ്ലേസ് ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാകില്ല. കാരണം അത് കൂടുതലും ന്യൂസ് ഈവന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഈ ഗോൾഡിന്റെ ഞാൻ വേറെ പേരിന്റെ അല്ല, ഗോൾഡിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അത് കൂടെ ശ്രദ്ധിക്കണം. കാരണം ഗോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാർക്കറ്റിന്റെ ഈ 6 മണിയുടെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ടൈം 6 മണിക്ക് വരുന്ന ന്യൂസ്, അഥവാ അവരുടെ അവിടെ വരുന്ന US മാർക്കറ്റിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8:30 AM വരുന്ന ന്യൂസാണ് അവർ. ഓക്കെ, അതുകൊണ്ട് ഈ പ്രീ സെക്ഷൻ, അഥവാ ഇതിനുള്ള ഈ പ്രീ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കിന്റെ പ്രീ ന്യൂയോർക്ക് മാർക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുക്കാണ്ടിരിക്കുക എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം, അവിടെ എടുക്കുന്നത് എങ്ങോട്ടായിരിക്കും ഈ ന്യൂസിന്റെ മൂവ്മെന്റ് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ വെയിറ്റിംഗ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് 30 എന്നൊരു ടൈമാണ്. ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ ഗ്യാപ്പിട്ട് ഈ നമ്മൾ -UTC 4 ഇട്ടേക്കുവാണെങ്കിൽ, ന്യൂയോർക്കിന്റെ ടൈം ഫ്രെയിം ഇടുവാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതാണ് പറഞ്ഞത്. ഈ ഒരു ടൈം റേഞ്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ കറക്റ്റ് ഫോം ആകേണ്ട ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൺസോൾട്ടേറ്റിംഗ്, ഒരു റേഞ്ചിങ് പാറ്റേൺ ആയിരിക്കണം. മനസ്സിലായോ? ഒരു റേഞ്ചിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കണം മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആവേണ്ടത്. ഓക്കെ, ഈ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു റേഞ്ചിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിലും വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു പാറ്റേണ് റേഞ്ച് ആകുന്നത് ഈ കിടന്ന ഒരു ടൈം ഫ്രെയിം, ഈ ഒരു ടൈമിന്റെ ഇടയ്ക്കാണെങ്കിൽ അതൊരു 15 മിനിറ്റ് എങ്കിലും, മനസ്സിലായോ? മിനിമം ഒരു 15 മിനിറ്റ്, 5 മിനിറ്റ് നോക്കുകയല്ല, 15 മിനിറ്റ് എന്നുള്ളൊരു ടൈം ഫ്രെയിമിൽ. ഓക്കെ, 15 മിനിറ്റ് എന്നുള്ളൊരു ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഒരു പാറ്റേൺ അവിടെ ഉണ്ടായി വരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ആലോചിക്കാവുള്ളൂ. ഇല്ലാത്ത പക്ഷം ആ ന്യൂസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മിനിമം ഉള്ള ടൈം ഫ്രെയിമിൽ പാറ്റേൺ വരേണ്ടത് ഈ ഒരു ടൈം ഫ്രെയിം ആയിരിക്കണം. ഓക്കെ, ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലെങ്കിലും ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്ലേസ് ചെയ്യേണ്ടത്, എൻട്രി എങ്ങനെയാ പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ ബിലോ ദി ലെവൽ. ഓക്കെ, ബിലോ ദി ലെവൽ നമ്മൾ സെൽ സ്റ്റോപ്പ് മോഡൽ, ഓക്കെ, സെൽ സ്റ്റോപ്പ് ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല മൂവ്മെന്റ് വരുന്ന ഒരു ന്യൂസുകളായിരിക്കും ഈ ന്യൂസുകൾ. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് ചേഞ്ചിങ് നടക്കുന്ന ഒരു മൂവ്മെന്റ് കിട്ടുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കും ഈ NFP, അതുപോലെ CPI, അതുപോലെ തന്നെ FOMC, ഇതെല്ലാം വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഈ മൂവ്മെന്റ് നമുക്ക് ക്യാച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സിക്യൂഷൻ നടത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാർക്കറ്റ് എക്സിക്യൂഷൻ നടക്കുമ്പോഴത്തേക്ക് ഫർദർ ആയിട്ട് ഇങ്ങോട്ടാണ് മൂവ്മെന്റ് എന്നുള്ള കാര്യം നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ ഇതിനകത്ത് സെൽ സ്റ്റോപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, സെൽ സ്റ്റോപ്പ് യൂസ് ചെയ്ത് അതുപോലെ തന്നെ ബൈ സ്റ്റോപ്പ് എബോവ് ദി ലെവൽ,
എന്ന് വെച്ചാൽ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ലെവലിന്റെ എബോ റേഞ്ചിൽ വെക്കുക. ഓക്കെ, എബോ റേഞ്ചിൽ വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ഇടുക. ഓക്കെ, എബോ റേഞ്ച് വെച്ച് ബൈ സ്റ്റോപ്പ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ സെൽ സ്റ്റോപ്പും ബൈ സ്റ്റോപ്പിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എൻട്രി പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ എൻട്രി എസ് എൽ ശരിക്കും പറഞ്ഞാൽ ക്യാച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു രേഞ്ച് എസ് എല്ലും അതുപോലെ തന്നെ ഈ വരുന്ന ഒരു 1:1 മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ന്യൂസിൽ ഒരു 1:1 ആ റേഞ്ച് കവർ ചെയ്താൽ മതി. മനസ്സിലായോ? ഇങ്ങനെ രീതിയിൽ ഒരു എൻട്രി ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഈ ഒരു 5 മിനിറ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ 5 മിനിറ്റ് എന്നുള്ള കാര്യം ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ ഫോം ആയി എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയി എൻട്രി വന്ന് ഇത് ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം പറയാം. മെയിനായിട്ട് ഞാൻ ആ സമയത്ത് എൻ്റെ എസ് എൽ ഞാൻ സി ടി സിയിലേക്ക് മാറ്റും. ഓക്കെ, എൻ്റെ എസ് എൽ ഞാൻ സി ടി സിയിലേക്ക് മാറ്റും. ഓക്കെ, കാരണം വേറൊന്നും കൊണ്ടല്ല, മാർക്കറ്റ് ഈ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ചിലപ്പോ താഴോട്ട് ഇറങ്ങി പോരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ചിലപ്പോൾ അത് മാർക്കറ്റിന്റെ ആ ഒരു ഡയറക്ഷൻ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റിലെ ആ മൊമെന്റം പെട്ടെന്ന് സംഭവിക്കുള്ളൂ. ഓക്കെ, ഈ ഇതിനകത്ത് വലിയ രീതിയിലുള്ളൊരു ന്യൂസ് ട്രേഡിങ് വലിയ രീതിയിലുള്ളൊരു ഇത് ക്യാച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. പക്ഷെ അത് സാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ സാധിക്കുള്ളൂ. പിന്നെ ന്യൂസിന്റെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഹൈ ഇമ്പാക്റ്റ് എന്ന് എല്ലാ ന്യൂസിനും ഹൈ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും ചില ന്യൂസുകളിലാണ് ട്രേഡ് ചെയ്യാൻ ബെറ്റർ. മനസ്സിലായി? ഇതേപോലെ ഒരു ഫോർമേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ഇതേപോലൊരു ഫോർമേഷനകത്ത് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബ്രേക്ക്ഔട്ട് ഓൾറെഡി ആ ഒരു ബ്രേക്ക്ഔട്ടിന്റെ അവിടെ തന്നെ ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എൻട്രികൾ കൂടുതൽ മാർക്കറ്റിൽ വരും. പിന്നെ ന്യൂസ് ടൈമിൽ കൂടുതലും ബിഗ് പ്ലേയേഴ്സ് കയറി ന്യൂസിനെ തിരിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്കലി അത്ര ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അത്രയ്ക്കും ഹാപ്പനിങ് ആയിട്ടുണ്ടെങ്കിലും അത് ഈ പറയുന്ന എല്ലാ തവണയും ഓക്കെ ഒരു 10 തവണ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 തവണയും ഈ പറഞ്ഞിട്ടുള്ള തിരിച്ചുവിടൽ നടക്കില്ല. 1 2 തവണ നടക്കുള്ളൂ. ഹ്യൂജ് ആയിട്ടുള്ള ഒരു റിസ്ക് ഇതിൽ പ്ലേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് നോക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.